ഒരിക്കൽ പോലും ഭരണസിരാ കേന്ദ്രത്തിന്റെ അടുത്തുപോലും ഒരു കാലത്തും എത്താൻ സാധ്യതയില്ലാത്ത മണിപ്പൂരിൽ എങ്ങനെയാണ് ഇന്ന് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് BJP സർക്കാർ കടന്നു വന്നത് എന്ന ചോദ്യമുണ്ട്. അതിനെപ്പറ്റി നാം പഠനങ്ങൾ നടത്തി നോക്കുമ്പോൾ ആദ്യം അവർ കേവലം 9% മാത്രം വരുന്ന മുസ്ലിമീങ്ങളെ ഭീകരരും വർഗീയതയുമാക്കി അവർ ചിത്രീകരിച്ചു. ഈ ഒരു ഭയം അവിടെയുള്ള 42% വരുന്ന ഹിന്ദുക്കളിലേക്കും 41% വരുന്ന ക്രിസ്ത്യാനിയിലേക്കും അവർ പകർന്നു നൽകി. ഇന്ന് കേരളത്തിൽ കർമ്മയും നാടൻ മലയാളിയും ഒക്കെ പകർന്നു നൽകുന്ന വർഗീയ വെറികളുടെ ആവർത്തനങ്ങൾ അവിടുത്തെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി അവർ ഛർദ്ദിച്ചുകൊണ്ടേയിരുന്നു. ഈ വർഗീയ ധ്രുവീകരണത്തിലൂടെ അവിടെയുള്ള മുസ്ലിമീങ്ങളെ വേർപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗം ക്രിസ്ത്യാനികളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് സഹായമാവുകയും ക്രിസ്ത്യാനികളെ തങ്ങളിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഭരണസിരാ കേന്ദ്രത്തിലേക്ക് സുഗമമായ ജൈത്രയാത്ര നടത്തി അധികാരം ഉറപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടന്റെ കിരാതമായ നയത്തെ പിന്തുടർന്നുകൊണ്ട് എല്ലായിടത്തും അത് സാധ്യമാക്കാനുള്ള അവരുടെ ശ്രമമാണ്. ആ ശ്രമത്തിന്റെ ഉദാഹരണമാണ് മണിപ്പൂരിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ ഉദാഹരണമാണ് ഇന്ന് കേരളത്തിൽ വഖഫ് ബോർഡുമായ വിഷയത്തിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്.